Acuplus Interior and Electronics. ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കി ആധുനിക നിലവാരത്തിൽ ഉയരാനൊരുങ്ങി പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. ബജറ്റിൽ അനുവദിച്ച 5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം നടത്തുന്നത്. പദ്ധതിയുടെ പ്രവൃത്തി വെള്ളിയാഴ്ച മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പട്ടാമ്പിയിൽ 60കളിലാണ് സെൻട്രൽ ഓർച്ചാർഡ് സ്ഥാപിതമാകുന്നത്. മെച്ചപ്പെട്ട വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി ആളുകൾ സമീപിക്കുന്ന സ്ഥാപനമായിരുന്നു പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. അപകടന നേരിട്ട സെൻട്രൽ ഓർച്ചാർഡിന്റെ പ്രതാപം വീണ്ടെടുത്ത് പ്രശസ്തിയിലേക്ക് ഉയർത്തുകയും സൗകര്യങ്ങൾ ഒരുക്കി കർഷകർക്ക് നല്ല വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും നൽകാൻ കഴിയുന്ന പദ്ധതിക്കുമാണ് തുടക്കമാകുന്നത്. വിളകളും അവയുടെ കൃഷിരീതിയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചു. 35-40 വർഷത്തോളമായി നമ്മുടെ സെൻട്രൽ ഓർച്ചാർഡ് വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ ഇങ്ങനെ സ്റ്റാഗ്നന്റ് കിടക്കുകയാണ്. അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൂടി ഗുണമുള്ള രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനാവശ്യമായ ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ട് കുറച്ച് കാലതാമസം നേരിട്ടെങ്കിലും ആ ഫണ്ട് ലഭ്യമാക്കാൻ നിരന്തരമായ നമ്മുടെ ശ്രമം ഉണ്ടാവുകയും പട്ടാമ്പി മണ്ഡലത്തിലേക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ടിൽ 5 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. അത് ഭാവിയിൽ നമുക്കറിയാം നിലവിലുള്ള സെൻട്രൽ ഓർച്ചാർഡിനെ നവീകരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പൊതുജനങ്ങൾക്ക് വന്ന് കൃഷിയെ അടുത്തറിയാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറുകയും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് കലവറയാണ് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന 26 ഏക്കർ വളപ്പും. പച്ചക്കറി, ഫലവൃക്ഷങ്ങൾ, അലങ്കാര സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയമാണ് ഇവിടം. ചെടികളുടെ പരിപാലനത്തിനായി 5 പോളി ഹൗസുകൾ അടക്കമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.